കൂടോത്രം ഈ എൻ്റെ ഒരു ടേക്ക് ഓഫിൻ്റെ ഫസ്റ്റ് മൂവി ആയിട്ടാണ്. കൂടോത്രത്തിന് മുമ്പും പിൻപും ഞാൻ എൻ്റെ ഗുരുക്കന്മാരുടെ മുമ്പിൽ പോയിട്ട് ഒരു കസേര വലിച്ചിട്ടിരുന്നു. ഞാൻ ആദ്യം സുന്ദരബർഷനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അത്യാവശ്യം വലിയ ബഡ്ജറ്റ് സിനിമയായിരുന്നു. സുരേഷ് ഗോപി ആയിരുന്നു അതിനകത്ത് നായകൻ. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ കൊണ്ട് എനിക്ക് 15ഓളം സിനിമകൾ വലിയ ക്യാരക്ടറിലോട്ട് എന്നെ വിളിച്ച സിനിമയാണ്, വിശേഷമടക്കം. ഒരു സിനിമ കാണുക എന്നുള്ള 2 മണിക്കൂറോ 2.5 മണിക്കൂറോ തിയേറ്ററിലേക്ക് വരിക എന്നുള്ളത് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് പരിപാടി എന്ന് പറയാൻ വേറെ അങ്ങനത്തെ പരിപാടിയില്ല. നമ്മൾ സിനിമയിൽ തന്നെയാണ് ഈ അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴുണ്ടോ എന്നറിയില്ല. എനിക്ക് എൻ്റെതായ രാഷ്ട്രീയമുണ്ട്. ഞാൻ ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ മാത്രം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു കാറിൽ അങ്ങനെ നടക്കണമെന്ന് ഒരു സ്വപ്നമില്ല. ഓൺലി ഫോർ എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് സിനിമ എന്നുള്ള സ്വപ്നം മാത്രമേ ഉള്ളൂ. മാന്ത്രികത്തിൽ ഞാൻ പുള്ളിയുടെ ഗ്രൂപ്പായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിൻ്റെ. അതൊരു ഭയങ്കര ബന്ധമാണ്. വിജയ് കാവലൻ തുടങ്ങിയ ബന്ധം ഇപ്പോഴും ആ ബന്ധം ഉണ്ടെന്നുള്ളതാണ്. റിയൽ ലൈഫ് മെമ്മറീസിൽ ഇന്ന് നമുക്കൊപ്പം ഉള്ളത് സംവിധായകനും പ്രൊഡ്യൂസറും നടനുമായ എഴുപുന്ന ബൈജു. നമസ്കാരം. കൂടോത്രം എന്ന് പറയുന്ന പുതിയ സിനിമയിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് സാറിൻ്റെ ഈ 38 വർഷത്തെ ഒരു ജേണി ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, അതായത് 88 ഫസ്റ്റ് ധനുർവേദം എന്ന് പറഞ്ഞൊരു സിനിമയിലെ ഞാൻ 8th പഠിക്കുന്ന സമയത്താണ് എനിക്ക് എൻ്റെ നാട്ടിൽ എൻ്റെ ഡാഡി വെക്കുന്ന എഴുപുന്ന രേഖ എന്ന് പറയുന്ന തിയേറ്റർ. അതിനു മുമ്പ് സിനിമയെല്ലാം കാണാനായിട്ട് ചന്ദ്രു, സെലക്ട്, കുത്തിയോട്, സാരഥി, എരമ്പലൂർ, ജോസ് അങ്ങനത്തെ തിയേറ്ററുകളാണ്. പിന്നെ കുമ്പളങ്ങി ലിജി തിയേറ്റേഴ്സ്. ഇതിപ്പോൾ 4 തിയേറ്ററുകളില്ല, അന്ന് ഓല തിയേറ്ററുകളാണല്ലോ, നിലത്തിരുന്നൊക്കെ കാണും. പിന്നെ അതിന് കുറച്ചുകൂടെ കൂടിയത് ബെഞ്ചാണ്. അപ്പോൾ എൻ്റെ ഡാഡിക്ക് സിനിമയോടൊന്നും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ചെമ്മിനൊക്കെ പുള്ളി ഒരുപാട്, ചെമ്മിൻ ബിസിനസ് ആണ് ഞങ്ങളുടെ പ്രധാന ബിസിനസ് എങ്കിൽ പോലും ചെമ്മിൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അപ്പോൾ ഞാൻ 6ൽ പഠിക്കുമ്പോഴാണ് അവിടെ തിയേറ്ററിന് പണി തുടങ്ങുന്നത്. പക്ഷേ എന്താ പറയുക, ഒരു ബിസിനസ് ഫാമിലി, മൂത്ത മകൻ നന്നായിട്ട് പഠിക്കണമെന്ന് കരുതി എഴുപുന്ന സെൻറ്റ് അഫീൽസിൽ പഠിച്ചിരുന്ന എന്നെ കോട്ടയം എന്ന് പറഞ്ഞൊരു സ്കൂളിലോട്ട് കുറച്ചുകൂടെ ബെറ്റർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് കൊണ്ട് അവിടെ ആക്കി. അപ്പോൾ ശരിക്കും അപ്പം മുതൽ തിയേറ്ററിൽ നിന്ന് തുടങ്ങിയ കല്ലിട്ട മുതൽ എനിക്ക് സിനിമയോടുള്ള ഒരു അന്നും നാടകങ്ങൾ, ഏകാംഗ നാടകങ്ങളൊക്കെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സ്റ്റേജിൻ്റെ ഇവിടം വരെ കയറും, ബാക്കിലേക്ക് പോകും. കാര്യം അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും കാര്യം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ. കാര്യം ഒരു ബിസിനസ് ഫാമിലി എന്നുള്ള ജോണപ്പൻ്റെ മൂത്ത മകൻ, അവനെ സ്റ്റഡീസിൽ നന്നായിട്ട് കൊണ്ടുപോകണം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു തിയേറ്ററിലൂടെ വരുന്നത് കൊണ്ടാവാം എന്നെ കോട്ടയം മാന്നാനത്തിലേക്ക് കുര്യാക്കോസ് എലിയാസ് അച്ഛൻ്റെ ജന്മഗൃഹമായിട്ടുള്ള മാന്നാനത്ത് പഠിക്കാൻ കൊണ്ടായത്. ഏറ്റവും നല്ല സ്കൂളാണ് കോട്ടയത്തെ, ബോഡി സ്കൂളാണ്. അച്ഛന്മാരാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഹെഡ് മിസ്റ്റർ സിസ്റ്ററാണ്. സിസ്റ്റർ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സിസ്റ്റർ, സിസ്റ്റർ, 2 സിസ്റ്റർമാരും കൂടെ അത്രയും റെക്കമെൻഡ് ചെയ്തിട്ടാണ് അവിടെ പോയിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. പക്ഷേ എനിക്ക് ഒരു വലിയ കുടുംബത്തിൽ, അത് മൂലംകുഴി എന്ന് പറയുന്ന വലിയൊരു ഫാമിലിയിലുള്ള മൂത്ത മകൻ, എനിക്ക് പോകാനായിട്ട് കുറേ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം മമ്മീനെ വിട്ടേച്ച് പോവുക, അമ്മച്ചീനെ വിട്ടേച്ച് പോവുക. ഞാൻ ആ ബോർഡിങ്ങിൽ ചെന്ന മുതലേ എനിക്ക്, പക്ഷേ അവിടുത്തെ ഒരു റിലീഫ് എന്ന് പറഞ്ഞാൽ സിനിമ കാണിക്കാൻ കൊണ്ടുപോകും അച്ഛൻ. പിന്നെ ഇൻസ്ട്രുമെൻ്റൽ കുറേ ആൾട്ടർ ബോയി ആയിട്ട് അങ്ങനെയുള്ള കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പഠിച്ചു. എപ്പോഴും സിനിമ. അങ്ങനെ 8ാം ക്ലാസ്സിൽ തിയേറ്റർ വന്നപ്പോൾ അങ്ങോട്ട് എത്തണം എന്ന് കരുതി അവിടെ നിന്ന് തോറ്റാൽ മാത്രമേ അവിടെ നിന്ന് വിടത്തുള്ളൂ. മാർക്ക് കുറവാണെങ്കിൽ 2ാമത് അവർ പഠിപ്പിച്ച് പിന്നെ ബെറ്റർ ആകും. അങ്ങനെ ഞാൻ മനഃപൂർവ്വം സിനിമ കണ്ട കഥകൾ എഴുതി ഞാൻ തോറ്റു. 8ൽ തോറ്റു അവിടെ നിന്ന് തന്നെ. അപ്പോഴേക്കും തിയേറ്റർ വന്നു. എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മ എന്ന് പറഞ്ഞ സിനിമയിലൂടെ ആണ് ആ തിയേറ്റർ ഓപ്പൺ ആവുന്നത്. എന്നെ അവിടെ നിന്ന് സ്കൂളിലോട്ട് വീണ്ടും പഴയ സ്കൂളിൽ വന്നു. അപ്പോൾ വീടും തിയേറ്ററും തമ്മിലൊരു മതിൽ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ തിയേറ്റർ അന്ന് സറൗണ്ടിങ്സുള്ള ഓല തിയേറ്റർ ആണെങ്കിലും അപ്പം നല്ല രീതിയിൽ AC ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. കർട്ടൻ പൊങ്ങുന്ന അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുള്ള ആൾക്കാർക്ക് സൈഡ് ബോക്സ് ഒക്കെ ഉള്ളത്. അത് സൈഡ് ബോക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോറ് തുറന്നിടും സന്ധ്യ കഴിഞ്ഞാൽ. അപ്പം വീണ്ടും ഞാൻ പഠിക്കുമ്പോൾ കേൾക്കുന്ന മുഴുവൻ ഈ സൗണ്ടാണ്. അപ്പോൾ അങ്ങനെ അതിലേക്ക് ഒരു കുഞ്ഞാഗ്രഹം, ഈ പ്രൊജക്ടർ കഴിഞ്ഞാൽ നമ്മുടെ കർട്ടൻ റൂമുണ്ട്.
അപ്പോൾ അതിനകത്ത് ഇടയ്ക്ക് തുറന്ന് കയറി കുറേ പടങ്ങൾ അങ്ങനെയൊന്ന് നോക്കി ഇങ്ങനെ നിൽക്കുക. ഈ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് കയറി പറ്റുക, അത്രയേ ഉള്ളൂ. എവിടെയെങ്കിലും ഒന്ന് കയറി പറ്റുക. അങ്ങനെയാണ് സിനിമയിലേക്കുള്ള പരിപാടി ഞാൻ തുടങ്ങിയത്. അപ്പോൾ അന്നും ഞാൻ അവിടെ നിന്നിട്ട് ഈ സംസാരമൊക്കെ അന്നും 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒക്കെ ഞാൻ അങ്ങനെ ഞാൻ 10ലെത്തി. അതിന് ശേഷം പിന്നെ അടുത്തത് SN കോളേജിലോട്ടുള്ള പഠിത്തമൊന്നും വലിയ സിനിമയാണ്. പിന്നെ പ്രീ ഡിഗ്രിക്ക് ആക്കിയ മുതൽ അന്ന് മുതലുള്ള ചാൻസ് ചോദിക്കൽ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഞാൻ പ്രീ ഡിഗ്രിക്ക് 2 വർഷം കൊണ്ട് കൂടി വന്നൊരു 40ഓ 50ഓ ക്ലാസ്സിലേക്ക് കയറിയിട്ടുള്ളൂ. അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഈ ചാൻസ് ചോദിച്ചിട്ട് ഓരോ സ്ഥലങ്ങൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആലപ്പി രംഗനാഥൻ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ, രാജൻ പി ദേവ് ഞങ്ങളുടെ കുടുംബത്തിലെ അപ്പൻ്റെ ഇളയ പെങ്ങളെ കെട്ടിയിരിക്കുന്ന അന്ന് നാടകമുണ്ട് കാട്ടുകുതിര. എനിക്കിപ്പോഴും ഞാൻ എന്നെ കാട്ടുകുതിര നാടകത്തിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ട് നാടകത്തിലൊക്കെ. അപ്പോൾ ഞാൻ 10ലാണ് പഠിക്കുന്നത്. അത്യാവശ്യം വണ്ണവും പൊക്കമൊക്കെ ഉള്ളത് കൊണ്ടിട്ട് അതിനകത്ത് ഞാൻ ഒരു നാടകത്തിൽ കയറിയിട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന ജയസോമ എന്ന് പറയുന്ന SL പുരം സദാനന്ദൻ സാറിൻ്റെ മകൻ. അപ്പം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച കാട്ടുകുതിര അവരുടെയാണല്ലോ നാടകം. അപ്പോൾ അങ്ങനെ ആലപ്പി രംഗം ധനുർവേദം എന്ന് പറഞ്ഞ സിനിമയിൽ പോയിട്ട് പ്രീ ഡിഗ്രിക്ക് ശേഷമാണ്. പക്ഷേ ഗണേശനാണ് നായിക. ഇരകൾ ആ ടൈമിൽ ഇരകൾ മുമ്പോ ആണ് ശാന്തികൃഷ്ണൻ നായിക. അതിനകത്തൊരു ക്യാരക്ടർ. പക്ഷേ അത് പടം റിലീസായില്ല പാതി വെച്ചിട്ട് അതിൽ നിന്നും. പിന്നെ ഇങ്ങനെ ചാൻസ് ചോദിച്ച് അങ്ങനെ PG വിശ്വംഭരൻ സാറ് ഡയറക്റ്റ് ചെയ്തിരിക്കും MD ആകത്തു. എനിക്ക് 1990 തോന്നുന്നു. 90 അതെ, 90 എന്ന് പറയുമ്പോൾ 36-37 വർഷം. 36 വർഷം. അതിലാണ് ഫസ്റ്റ് ഞാൻ അഭിനയം. സിദ്ദിഖായിട്ട് കോമ്പിനേഷൻ. അന്നും ഡയലോഗ്സ് ഉള്ള ഒരു സീൻ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ അതിലൂടെയാണ് ഫസ്റ്റ് ആക്ടറായിട്ട് തുടങ്ങുന്നത്. ഫാമിലി സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഡാഡിക്ക്. കാര്യം പഠിത്തത്തിൽ മോശമായപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഒന്നെങ്കിൽ തിയേറ്ററിൽ ടിക്കറ്റ് കൊടുക്കുക, ടിക്കറ്റ് മേടിക്കുക, എന്നല്ലാണ്ട് നിന്നെക്കൊണ്ട് വേറെ ഒരു രീതിയിലേക്കും ഒരിക്കലും ഞാൻ സിനിമയിലേക്ക് എത്തുമെന്നൊന്നും പുള്ളി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാര്യം അത് എക്സിബിറ്റർ ആണെങ്കിലും അങ്ങനെ. പക്ഷെ അതെ അഭിനയത്തിന്റെ മേഖലയിലേക്ക് അതെ. പക്ഷെ ഞാൻ എൻ്റെ തിയേറ്ററിൽ പോസ്റ്റർ ഒട്ടിക്കലും പ്രൊജക്ടർ ഓടിക്കല്, അനൗൺസ് ചെയ്യാൻ പോവും, ഇതൊക്കെ എല്ലാം ചെയ്യുമായിരുന്നു. 8ാം വയസ്സുകാരൻ കണ്ട സ്വപ്നം അതാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. 300-ലധികം സിനിമകൾ പല ഭാഷകളിലായിട്ട്. ഇതിപ്പോ ശരിക്കും ഒരു സ്വപ്നം മുന്നിൽ വെച്ച് പായുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും മാതൃകയാണ് ചേട്ടന്റെ ഒരു. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഇപ്പോൾ ഞാൻ കൊടുവുത്തരം എന്ന് പറഞ്ഞൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് ആ കൊടുവുത്തരത്തിൻ്റെ ഡയറക്ടർ ബൈജു തന്നെയാണ്. അതിൽ ലീഡ് റോൾ ചെയ്തിരിക്കുന്ന വാവച്ചൻ അത് വേറൊരാളാണ്. ഞാനാണ് ചെയ്തതെന്നോ എനിക്കിപ്പോഴും വേറെ ആളായിട്ടാണ് അതിപ്പോഴും തോന്നുന്നത്. ഞാനത് അഭിനയിക്കുമ്പോഴാണെങ്കിലും അതിപ്പോൾ ഡബ് ചെയ്യുമ്പോഴാണെങ്കിലും ഈ പ്രീ പ്രൊഡക്ഷനിൽ ആ സബ്ജക്റ്റ് കേട്ടപ്പോഴും ഈ വള്ളിമലയും ഈ വാവച്ചനും എന്നുള്ള എനിക്ക് ഭയങ്കര ഹോണ്ട് ചെയ്തതാണ്. ആദ്യം എനിക്ക് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടണമെന്നായിരുന്നു. ഇടുക്കിയിൽ ഏറ്റവും അതിമനോഹരമായ സ്ഥലമാണ്. തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിഷ്വൽ എഫക്റ്റും ആ ഒരു അവിടെ ഇരിക്കുന്നതായിട്ട് തന്നെ ഫീൽ ആവുള്ളൂ. അത് നമ്മുടെ സൗണ്ട് ഡിസൈനർ വിക്കി MR രാജേഷിനാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ആ ഫീലുണ്ട്. നമ്മുടെ അവിടെ വേറെ സ്ഥലത്ത് തിയേറ്ററിലാണെന്ന് തോന്നത്തില്ല. ഇടുക്കിയിൽ ആ സ്ഥലത്ത് തന്നെ ഇരുന്ന് കാണുന്ന പോലത്തെ ഒരു പരിപാടിയായിട്ട് തോന്നുന്നു. അപ്പോൾ എനിക്ക് എന്നെ ഹോണ്ട് ചെയ്തതാണ് ആ സ്ഥലവും ഈ ക്യാരക്ടറും. അപ്പോൾ പിന്നെ എങ്ങനെ ഒരു ഡയറക്ടർ ഒരു ആക്ടർ എങ്ങനെ ഡയറക്റ്റ് ചെയ്യാം, എപ്പോഴും പലരും ചോദിക്കുന്നില്ലേ ആക്ടർക്ക് എങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. ക്യാമറയുടെ പിന്നാമ്പുറം. അപ്പം ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വേറെ ആളായിട്ടാണ് കണ്ടത്. ഞാൻ അതൊരു ഷോട്ട് വെച്ചാൽ പോലും എനിക്ക് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആസ് എ ടീച്ചറിന് മാർക്ക് ചെയ്യാനായിട്ട് എൻ്റെ AD ഒരാളെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് ലാസ്റ്റ് ടേക്ക് ആകുമ്പോൾ മാത്രം, അത് ഫൈനൽ ടേക്കിന് മാത്രം പോയി നിന്ന് പെർഫോം ചെയ്തിട്ട് വാവച്ചൻ അവിടെ പെർഫോം ചെയ്ത് ഇരിക്കുന്നത് ബൈജു എഴുപനായിട്ട് തന്നെയാണ്. അതെങ്ങനെ എനിക്ക് സംഭവിച്ചു അല്ലെങ്കിൽ എങ്ങനെ അതായെന്നുള്ളത് ഓൺലി ഫോർ ഐ ബിലീവ് മൈ ഗോഡ്. ഞാനിതിൻ്റെ പടം അവസാനിക്കുമ്പോഴും ഞാൻ എഴുതിക്കരിക്കുന്നത് ഡയറക്റ്റഡ് ബൈ ഐ ബിലീവ് മൈ ഗോഡ്, താങ്ക് യു ജീസസ്, ബൈജു എഴുപെന്ന്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ സ്വപ്നങ്ങൾ ഒപ്പം അത് റൈറ്റ് ടൈമും
നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും ദൈവത്തിന് ഇഷ്ടമാവുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും. അതിന് ഒരു സമയപരിധിയില്ല. ഇപ്പം 36 വർഷം 300 സിനിമ എന്നുള്ള ഞാൻ നോക്കുന്നില്ല. കൂടോത്രം ഈ എൻ്റെ ഒരു ടേക്ക് ഓഫിൻ്റെ ഫസ്റ്റ് മൂവി ആയിട്ടാണ്. കൂടോത്രത്തിന് മുമ്പും പിൻപും, മുൻപും പിൻപും അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഓർക്കാനാണെങ്കിൽ എൻ്റെ ഗുരുക്കന്മാർ ഈ 300 സിനിമകൾ എന്ന് പറയുമ്പോൾ അതിലൊരു 250 സിനിമകളും ലെജൻഡ്സ് ആയിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഓഡിയോ ലോഞ്ച് പോലും ഭദ്രൻ സാറ്, ജോഷ് സാറ്, വിനയൻ സാർ എന്നൊക്കെ പറയുന്നത് എൻ്റെ അത്രയും മാത്രം കണ്ട ഗുരുക്കന്മാരാണ്. ഞാൻ എൻ്റെ ഗുരുക്കന്മാരുടെ മുമ്പിൽ പോയിട്ട് ഒരു കസേര വലിച്ചിട്ട് ഇരുന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ പല സെറ്റിലുമൊക്കെ കാണുന്നതാണ്. ഡയറക്ടർ എന്ന് പറഞ്ഞൊരു ക്യാപ്റ്റനാണ്, അതൊരു അപ്പനാണ്, ഒരു ഗുരുവാണ്. അങ്ങനെ തന്നെ കണ്ടിട്ടാണ് ഞാൻ അതേപോലെ കഷ്ടപ്പെട്ട് കയറി വന്നാണ്. അവസരങ്ങൾ ചോദിച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ വലിയൊരു സമ്പത്തുള്ള കുടുംബത്തിൽ നിന്ന്, സിനിമയ്ക്കൊരു സമ്പത്തുള്ള കുടുംബമോ വക്കീലോ ഡോക്ടറോ വില്ലേജ് ഒന്നുമില്ല. സിനിമയിൽ ആസ് എ ക്യാരക്ടർ ചെയ്യുന്ന ആരാണ് അയാൾക്ക് അത് ദൈവം കൊടുക്കുന്ന കഴിവിൽ ഉണ്ടാവുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ ഗുരുക്കന്മാരെ എത്രയോ റെസ്പെക്ട് ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയ ഒരു ഫീലാണ്. ഇപ്പം സാറ് ബൈചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ തന്നെയുണ്ട്. അതിൽ പോലും വലിയൊരു കേന്ദ്ര കഥാപാത്രം അല്ലെങ്കിൽ അത്രയും പ്രധാനമുള്ള ഞാൻ ആദ്യം സുന്ദരദർശനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അത്യാവശ്യം വലിയ ബഡ്ജറ്റ് സിനിമയായിരുന്നു. സുരേഷ് ഗോപി ആയിരുന്നു അതിനകത്ത് നായകൻ. പക്ഷെ ഞാൻ അതിനകത്ത് ജോസ് തോമസ്, ഉദയം, സിബിയൊക്കെ അതിനകത്തൊരു ക്യാരക്ടർ ചെയ്യുന്നു ചോദിച്ചിട്ട് പോലും ഞാൻ ചെയ്തിട്ടില്ല. ഞാനൊരു പ്രൊഡ്യൂസറായിട്ട് മാത്രം മതി അതിനകത്ത് ഞാൻ ക്യാരക്ടർ. പക്ഷെ എനിക്ക് വേണമെങ്കിൽ അഭിനയിക്കാമായിരുന്നു അതിനകത്ത്. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ഒരു സിനിമ നാളെ അത് പറയാൻ പറ്റില്ല. അവൻ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സിനിമ, അല്ലെങ്കിൽ അത് പറയരുത് എന്നുള്ള ഒരു കാര്യം. പിന്നെ രണ്ടാമത് ആ സമയത്ത് ഞാൻ ജമീന്ദാർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, ഞാൻ വേറൊരു പടം അഭിനയിച്ചൊന്നും കൂടെ ഇരിക്കുന്നില്ല. അത് അത്യാവശ്യം വലിയ ക്യാരക്ടറാണ്. പക്ഷെ നടന്നില്ല. പാതി വെച്ച് ആ സിനിമയും അല്ല റിലീസ് ആയില്ല എന്നുള്ളൂ. എൻ്റെ എല്ലാം സുരേഷ് ഗോപി തന്നെയായിരുന്നു. അപ്പം എൻ്റെ കുറേ പോർഷൻ ഞാൻ അതിനെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉദയപുരം സുൽത്താൻ എന്ന് പറയുന്ന ജോസ് തോമസ് ദിലീപിന്റെ പടത്തിൽ മാർത്താണ്ഡൻ എന്ന് പറഞ്ഞൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തതിനു ശേഷമാണ് ഞാൻ സുന്ദരവേഷം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തോ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. പിന്നെ അതിനകത്ത് അങ്ങനെ ഒരു ക്യാരക്ടറും അങ്ങനത്തെ ഒരു പരിപാടികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ക്യാരക്ടറിന്റെ കാര്യം പറയുന്നെങ്കിൽ വളരെ ലെങ്ത് ഉള്ള കഥാപാത്രം അല്ലെങ്കിലും ചെയ്ത ചെറിയ റോളുകളും നമുക്ക് ഓർമ്മിക്കപ്പെടുന്നുണ്ട്. തുറുപ്പുകലം എടുത്താലും, ട്രാഫിക് എടുത്താലും, നമുക്കത് മനസ്സിലാവും. അതൊക്കെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ആക്ടർ എന്ന് പറഞ്ഞ ഒരാൾക്കും ഒരു മുഴുനീള കഥാപാത്രം ചെയ്യണമെന്നില്ല. ഞാൻ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ കൊണ്ട് എനിക്ക് 15ഓളം സിനിമകൾ വലിയ ക്യാരക്ടറിലോട്ട് എന്നെ വിളിച്ച സിനിമയാണ്. വിശേഷമടക്കം. വിശേഷത്തിന്റെ സൂര്യറ്റവും ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ തന്നപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഈ കുമ്പളങ്ങി നൈറ്റ്സ് ചേട്ടൻ്റെ ചിറ്റപ്പം കൊണ്ടാണ് ഈ ക്യാരക്ടർ ചെയ്യാനിരുന്ന വെച്ചാൽ വേറെ ഒരു ആർട്ടിസ്റ്റാണ്, വലിയൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ അതുകൊണ്ടാണ് ചേട്ടനെ മാറ്റി ഞാൻ ആ ക്യാരക്ടറിലോട്ട് ചേട്ടൻ ഞാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരുപാട് സീനുകളൊന്നും അഭിനയിക്കണ്ട. അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ, വലിയ ക്യാരക്ടർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സീൻ കണ്ടാൽ മതി. നമ്മൾ പോലും അങ്ങനെയല്ലേ. അതെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് കുമ്പളങ്ങി നൈറ്റ്സ് ചെയ്ത ചിറ്റപ്പൻ്റെ ഒരു എഫക്റ്റിനേക്കാൾ എത്രയോ മേളിലാണ് ഞാൻ ഈ വാവച്ചൻ എന്ന് പറയുന്നത്. കാര്യം ഒരു ആക്ടറെ സംബന്ധിച്ച് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് എല്ലാ സാധനവും ലുക്ക് കാണുമ്പോഴും നമുക്ക് ആ പോസ്റ്ററിൽ കാണുമ്പോഴും വാവച്ചന് പാവമാണ്. കാര്യം ഇടുക്കിയിൽ ഒരു കർഷകനാണ്, ഒരു പാവമാണ്. 2 പെൺകൊച്ചുങ്ങളുടെ പ്രായപൂർത്തിയായ 2 പെൺകൊച്ചുങ്ങളുടെ അപ്പനാണ്. ഒരു ഹീറോയിസോ ഇല്ല, ഒന്നും ഇല്ലാത്ത ഭാര്യയുടെ ക്യാരക്ടർ ഉണ്ട്, അവരുടെ അടുത്ത് പോലും ഇല്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. എന്നെ ഏറ്റവും കൂടുതൽ ആ സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്ക് അതിനകത്ത് ഈ പടം ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ തോന്നാൻ കാര്യം ഡയറക്ഷനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയത് വാവച്ചൻ എന്നുള്ളൊരു കഥാപാത്രം തന്നെയാണ്. അത് ചിലപ്പോൾ എപ്പോഴും സംഭവിക്കുന്ന ക്യാരക്ടേഴ്സ് അല്ല. അതെ. ഗോഡ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയൊരു ക്യാരക്ടർ തന്നെയാണ്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോഴേ മുട്ടേന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന അതിൽ തന്നെ ടൈറ്റിൽ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. കൂടോത്രം മുട്ടയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത്. അതിൽ തന്നെ ഒരു ത്രില്ലർ കാര്യമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ്. അന്ധവിശ്വാസത്തിൽ നിന്ന് പുറത്തു വരികയാണ് വിശ്വാസത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. പല മനുഷ്യരും ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ കൂടോത്രത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് നേരത്തെ ചോദിച്ച പോലെ, കൂടോത്രം സിനിമയിൽ എനിക്ക് വിശ്വാസമുണ്ട്, കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ, ഞാൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾ.
അപ്പൊ തന്നെ നമ്മൾ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. കൂടോത്രം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡ് ആയിട്ടാണ് പലരും കാണുന്നത്. അതെ, കൂടോത്രം എന്ന് നെഗറ്റീവ് വേർഡാണ്. അതായത് കൂടോത്രം ചെയ്യുക എന്ന് പറയുന്നത് നെഗറ്റീവ് ആണല്ലോ. ചിന്തകൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരാളെ നശിപ്പിക്കുക എന്നുള്ളതാണ് കൂടോത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നന്നായിട്ട് നടക്കുന്ന ഒരാളെ നശിപ്പിക്കുക. പക്ഷെ ആ നശിപ്പിക്കുന്ന ആൾ എങ്ങനെ അതിനകത്ത് നിന്ന് റിക്കവർ ചെയ്ത് വരിക എന്നുള്ളത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇതൊന്നും അല്ല, ഒന്നും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ച് കൂടോത്രം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുപാട് മെസ്സേജുകളുണ്ട്. ഞാനൊരു പെൺകൊച്ചെന്നെ എൻ്റെ മോൾ കല്യാണം കഴിഞ്ഞപ്പോൾ മോളിൽ ഹാപ്പി ആയിട്ട് പോകുന്നു. പക്ഷെ ഒരപ്പൻ എപ്പോഴും, എനിക്ക് ഒരു മോളും ഉണ്ട് മോനും ഉണ്ട്, അവരൊരു വിദ്യാഭ്യാസ സമയത്ത് പോകുന്ന പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയുണ്ട്. അതായത് എന്ത് ഇതാണെങ്കിലും യെസ്, പല ഫീലിങ്സും ഉണ്ട്. അപ്പോൾ അത് പലർക്കും കൊടുക്കുന്ന മെസ്സേജുകൾ ഇതാണ്. അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു മോട്ടിവേഷനും പരിപാടികളും മെസ്സേജുകളും എല്ലാം ഉള്ള സിനിമ തന്നെയാണ് കൂടോത്രം. മിത്ത് കണക്റ്റഡ് ആണ്, ഹൊറർ കണ്ടന്റ് ഉണ്ട്, ഫാമിലി ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്, എല്ലാത്തരം ഓഡിയൻസിനെയും മാത്രം ഇതാണ്. പിന്നെ ഉറപ്പായിട്ടും ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് എല്ലാവരും ബിസി ലൈഫാണ്. മൊബൈൽ നമ്മളെ ഭയങ്കരമായിട്ട് അഡിക്റ്റിലോട്ട് പോയി. ഫാമിലിയേക്കാൾ കൂടുതൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ മൊബൈലിലാണ് ചാറ്റിങ്ങും പരിപാടികളും എല്ലാം. മൊബൈൽ ഉറങ്ങുമ്പോൾ പോലും തൊട്ടടുത്ത് ഇങ്ങനെ വെക്കുന്ന എല്ലാ മലയാളികളും, ലോകത്തുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. മൊബൈലൊന്ന് മാറ്റി വെക്കുക എന്നുള്ള പരിപാടികളൊന്നും നമ്മളെ സംബന്ധിച്ചില്ല. അപ്പോൾ ഒരു സിനിമ കാണുക എന്നുള്ള 2 മണിക്കൂറോ 2.5 മണിക്കൂറോ തിയേറ്ററിലേക്ക് വരിക എന്നുള്ളത് നമുക്ക് എന്റർടൈൻമെന്റ് പരിപാടി എന്ന് പറയാൻ വേറെ അങ്ങനത്തെ പരിപാടിയില്ല. സിനിമകൾ നല്ല വന്നാൽ പോയി കാണുക, ഒന്ന് മറക്കുക, എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ മറക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുന്ന മൊമെന്റ്സ് ഈ മൂവിയിലുണ്ട്. അതാണ് വേണ്ടത്. എന്റർടൈൻമെന്റ് എന്നുള്ളതാണ് നമ്മൾ തീർച്ചയായിട്ടും അതെ. പിന്നെ നമ്മൾ ഹോണ്ട് ചെയ്യണം. 100% സിനിമ എന്തെങ്കിലും ആ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ യെസ് അതുണ്ട്, അത് ഉറപ്പുണ്ട്. അത് ഈ സിനിമ ധൈര്യമായിട്ട് ഞാൻ പറയുകയാണ്. ഇതെപ്പോഴാണ് ടെലികാസ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. 12-ാം തീയതി എന്നുള്ളതിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് പ്രേക്ഷകർക്ക് 100% ഉണ്ട്. അതാണ് പ്രേക്ഷകർക്ക് വേണ്ടത്. തീർച്ചയായിട്ടും. നമ്മൾ ഈ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞല്ലോ. സിനിമ എന്ന് പറയുന്ന വലിയൊരു മാധ്യമം ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. അവിടെ അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ളതായിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള പ്രേക്ഷക എന്ന നിലയിൽ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ബൈജു ചേട്ടന്റെ കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റിജക്ഷൻസ് നേരിട്ടുണ്ട്. ആദ്യ ചിത്രം പുറത്തിറങ്ങാത്തത് മുതൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിശ്വാസം അല്ല, എനിക്ക് തോന്നുന്നത് സിനിമയിൽ ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മള് സിനിമയിൽ തന്നെയാണ് ഈ അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴുണ്ടോയെന്ന് അറിയില്ല. പണ്ടൊക്കെ സമയം നോക്കി കറക്റ്റായിട്ട്, അതായത് എന്താ പറയുക, ഈ ടൈമിനൊരു ഇതുണ്ടല്ലോ, അതായത് രാഹുകാലം അങ്ങനെയല്ല, അതിനു മുമ്പ് തുടങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പണ്ടൊക്കെ പൂശിനിക്ക ഉടക്കൽ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ചുറ്റിയിട്ട് ഞാൻ ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത സുന്ദരഭൂഷണിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഷൂട്ട് കഴിയുമ്പോൾ ഒരു പൂശിനിക്ക ഇത് ചെയ്യുക എന്നുള്ളത്. പിന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് ചിലർക്ക് വിശ്വാസമാവാം. നമ്മൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. അത് അവർക്കുള്ള ഓൾറെഡി അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. എല്ലാവർക്കും വിശ്വാസം ഉണ്ട്, അതിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്ന ഇത് എൻ്റെ വിശ്വാസമാണ്. അത് ഞാൻ എൻ്റെ വിശ്വാസം മറ്റുള്ളവരോട് പറയാൻ, അവരെ അടിച്ചേൽപ്പിക്കാനും ഒന്നും പാടില്ല. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. രാഷ്ട്രീയം പോലും അങ്ങനെ തന്നെയാണ്. എനിക്ക് എൻ്റെതായ രാഷ്ട്രീയമുണ്ട്. ഞാൻ വോട്ട് ചെയ്യുമ്പോൾ ഞാൻ മാത്രം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കലാകാരനായതുകൊണ്ടാണ്. കലാകാരൻ എപ്പോഴും പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ഞാനൊരു ജോക്കറാണെന്ന് പറയുന്ന ആളാണ്. ഞാനൊരു ജോക്കർ ആവുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഞാൻ ഹീറോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഹീറോ പോലത്തെ ഒരു ക്യാരക്ടറാണ്. ലീഡ് എന്ന് പറയുന്നത് ഹീറോ എന്നാണ് പറയുന്നത്. ഇപ്പൊ അങ്ങനെയില്ല, ക്യാരക്ടറോൾ എന്ന് പറയും. എന്നാൽ പോലും ഹീറോ എന്ന് പറഞ്ഞിട്ട് നാളെ എനിക്ക് ഞങ്ങളുടെ ബൈചേട്ടൻ നായകനായി, അല്ലെങ്കിൽ എത്ര 300 വർഷം നെഗറ്റീവും വില്ലനും അതും ഇതും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ബൈചേട്ടൻ നായകനായെന്ന് പറയുന്ന ഒരു മൊമെന്റ് ഉണ്ടായാൽ, ആ നായകനാന്ന് പറയുന്ന എന്നെ നായകനാക്കുന്നതിനാൽ ആ പറയുന്നവരാണ് നായകന്മാരെന്ന് വിശ്വസിക്കുന്നവരാണ്. പ്രേക്ഷകരെന്ന് പറയുന്ന നായകന്മാരില്ലാന്നുണ്ടെങ്കിൽ ഇല്ല. അപ്പൊ അവരെ പിടിച്ച് നമ്മളെ നായകന്മാരാക്കിയാൽ അങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും ഇഷ്ടങ്ങളും അവരെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ, ഇതാണല്ലോ നമ്മൾ സ്ക്രീനിൽ അടികിടിയൊക്കെ കാണുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ക്ലാപ്പ് ചെയ്യുന്നത് തന്നെ. നമ്മൾ അടിക്കേണ്ട അവനിട്ട് അടിക്കണം എന്ന് കരുതുന്നത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ആഗ്രഹം അവൻ സബലീകരിച്ചു. അത് മീൻസ് അയാളാണ് ചെയ്തത്.
അപ്പോൾ ആ പ്രേക്ഷകൻ എന്ന് പറയുന്ന ആൾക്ക് ആ ആക്ടറിനെ കുറിച്ച് പല കാര്യങ്ങളുണ്ട്. അയാളുടെ സ്വകാര്യമായ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയം, എല്ലാ ടൈപ്പ് ഓഫ് രാഷ്ട്രീയക്കാരും ഉണ്ട് ഇല്ലേ? അപ്പോൾ എല്ലാവരുടെയാണ് ഒരു കലാകാരൻ. അപ്പോൾ അത് നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആ പരിപാടിയല്ലല്ലോ ചെയ്യേണ്ടത്. എല്ലാവർക്കും അവരവരുടെ രാഷ്ട്രീയമുണ്ട്. കലാകാരനായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ കലാകാരൻ തന്നെയാണ്, എനിക്ക് 100% പറയാൻ പറ്റും. എനിക്ക് ഇത്രയും ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ പോലും ഞാനൊരു ബിസിനസ്സിലോട്ട് പോയിട്ടില്ല. ഇന്ന് എന്നോട് ചോദിച്ചു, ഏറ്റവും ഒരു കാറിൻ്റെ ഇൻ്റർവ്യൂ വെച്ച് പറഞ്ഞു, ബൈച്ചേട്ടൻ ഏത് കാർ എടുക്കണമെന്നാണ് ഇനിയുള്ള സ്വപ്നം എന്ന് ചോദിച്ചു. പല ഉണ്ടല്ലോ ഇപ്പോൾ ഉള്ള വണ്ടി, ഇനിയൊരു സ്വപ്നം ഉണ്ടാവുമല്ലോ, ഏത് കാറിൽ ഡ്രൈവ് ചെയ്യണം. ഞാൻ പറഞ്ഞു, എനിക്കൊരു കാറിൽ അങ്ങനെ നടക്കണമെന്ന് ഒരു സ്വപ്നമില്ല. ഓൺലി ഫോർ എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ സിനിമ എന്നുള്ള സ്വപ്നം മാത്രമേ ഉള്ളൂ. ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങളാണ് എൻ്റെ സ്വപ്നം, അല്ലാണ്ട് എനിക്ക് വേറെ ഒരു സ്വപ്നം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കല എന്ന് പറയുന്ന, പ്രത്യേകിച്ച് സിനിമ എന്ന് പറയുന്നത് എല്ലാവർക്കൊന്നും പറ്റുന്ന കാര്യമല്ല. പുറത്തു നോക്കുമ്പോൾ നിസ്സാരമായൊക്കെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കുന്നതും ക്യാമറയുടെ പുറകിൽ നിന്ന് ഡയറക്റ്റ് ചെയ്യുന്നതാണെങ്കിലും സ്ക്രിപ്റ്റ് എഴുതുന്നതാണെങ്കിലും അതിനകത്ത് ക്യാമറ ചെയ്യുന്നവരാണെങ്കിലും എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പഠിത്തവും എല്ലാം വേണം. അല്ലാണ്ട് നോട്ട് ഈസി അല്ല ഈ ഒരു പരിപാടി. ഒരു തൊഴിലും ഈസി അല്ല, പ്രത്യേകിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ ഒട്ടും ഈസി അല്ല. അഭിനയം എന്ന് പറയുമ്പോൾ വേറൊരു കഥാപാത്രമായി, വേറൊരു വ്യക്തിയായി അവരുടെ ഇമോഷനാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളെന്ന് പറയുന്ന വ്യക്തി അവിടെ വെച്ചിട്ട് അതിൽ നിന്ന് മാറിയിട്ട് വേറെ ഇതിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ടുള്ള, എന്നിട്ട് അതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മളായിട്ട് വളരെ, അത് ഞാൻ ഈ പറയുന്ന പോലെ അത് ദൈവത്തിന്റെ ഭയങ്കര ബ്ലെസ്സിങ് വേണം. ദൈവത്തിന്റെ ബ്ലെസ്സിങ് വേണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ബ്ലെസ്സിങ് വരുമ്പോൾ അത് തടസ്സമാകുന്ന ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പാടില്ല. ഓരോ കാര്യങ്ങളിങ്ങനെ നമ്മൾക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് സ്വീകരിച്ചാൽ മാത്രമേ അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിലൊരു തടസ്സം വന്നാൽ, അല്ലെങ്കിൽ അതിനകത്തൊരു നെഗറ്റീവ് വന്നാൽ അതിനെ ബാധിക്കും. ഞാൻ ചോദിച്ചത് റിജക്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. യെസ്, റിജക്ഷൻസ് എനിക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ, ഡയറക്ടർമാരും റൈറ്റർമാരും ഇത് ബൈജു ആണ് ചെയ്യുന്നത്, ബൈച്ചേട്ടനാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ച് അങ്ങനെയൊക്കെ ഇരുന്നിട്ട് വലിയ ഹിറ്റായ 1, 2, 3 ക്യാരക്ടേഴ്സ്. ദേവാസുരം എന്ന് പറയുന്ന സിനിമ, കൊല്ലം അജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർ, ഒരുപാട് സിനിമകളിൽ വില്ലൻ കഥാപാത്രവും ബോഡി ഗാർഡും ഗുണ്ടയും ഒക്കെ ആയിട്ട് കയറി വന്ന ഒരാളാണ്. അപ്പോൾ ഞാനും അജിത്തുമായിട്ട് ഒരു ദിവസം നല്ല ബന്ധം എഴുപന്നയിൽ വന്നു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, എപ്പോഴും ഓർക്കും. ഒരു ജിപ്സി, വൈറ്റ് ജിപ്സി. അന്ന് അജിത്ത് കുറേ കൂടെ സുന്ദരനാണ്, മുടിയൊക്കെ വളർത്തി. ഏതോ ഒരു പടത്തിൽ വെച്ചിട്ട് ഞങ്ങൾ പരിചയപ്പെട്ട. വന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് റെഡി ആയിക്കോ, ഒരു മാസത്തേക്കുള്ള ഡ്രസ്സ് എടുത്തോ. നമ്മുടെ വണ്ടിയിൽ നമ്മൾ പോകുന്നു, നമ്മൾ ഒരുമിച്ച് അവിടെ താമസിക്കുന്നു. ചെറുപ്പളശ്ശേരി ഗസ്റ്റ് ഹൗസിൽ, ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിലാണ് IB ശശി സാറ് ചെയ്യുന്ന ദേവാസുരം എന്ന് പറയുന്ന സിനിമയാണ്. മോഹൻലാലാണ് അതിൽ നായകൻ. മോഹൻലാലിൻ്റെ കൂടെ 5 സുഹൃത്തുക്കളുണ്ട്. അതിൽ 4 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പുതുമുഖങ്ങളാണ് എല്ലാം. അപ്പം ഞാൻ എൻ്റെ ഫോട്ടോ കാട്ടി കൊടുത്തു. ശശി സാറ് പറഞ്ഞു, കുഴപ്പമില്ല, ആളെ വിളിച്ചുകൊണ്ട് വരൂ, നമുക്കൊരു റോളായിട്ട് കൊടുക്കണം. അങ്ങനെ ഞാൻ ഉടനെ മമ്മിയോടും ഒക്കെ ഭയങ്കര യാത്ര പറഞ്ഞിട്ട് വലിയൊരു സിനിമ, മോഹൻലാലിൻ്റെ സിനിമ. അതെ, വലിയ സിനിമ ആയാലും നമ്മൾ പോകുമ്പോൾ ഞാൻ അവിടെ പോയി. ഞങ്ങൾ ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നുണ്ട്. ലാലേട്ടനും അവിടെ തന്നെയാണ് താമസിക്കുന്നത്, ഞാനും അജിത്ത്. അപ്പോൾ അജിത്ത് ഷൂട്ടിന് പോകുന്നുണ്ടാവില്ലേ. അജിത്തും ജോണിയും മറ്റേ ജോണി ചേട്ടനും മറ്റേ മെയിൻ വില്ലനായിട്ടുള്ള പുള്ളിയുടെ പേര് നീലകണ്ഠൻ്റെ പേര്, പുള്ളിയുടെ 2 റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡാണ് ഞങ്ങൾ. ഞാൻ പറയും, ഞങ്ങൾക്ക് ലാലേട്ടൻ്റെ കൂടെയുള്ള 5 പേര് സുഹൃത്തായപ്പോഴല്ല, അതൊക്കെ ബൈജു എന്നുള്ളതാണ് എനിക്ക് വേണം, എനിക്ക് വില്ലനായിട്ട് മതി. അങ്ങനെ ഞാൻ 5-6 ദിവസം കഴിഞ്ഞു. അജിത്ത് എന്താണെന്നറിയില്ല എനിക്ക്. ഞാൻ ചോദിക്കും, അജിത്ത് ഞാൻ വേണ്ട സീനെടുക്കട്ടെ, വരാം. അജിത്ത് ഒരു ദിവസം അന്ന് ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ മുഖമൊക്കെ മാറി. ഞാൻ എന്താ ഒന്നുമില്ല. അപ്പോൾ ആ കൂടെ മനസ്സിലായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അത് മണിയമ്പിള്ള രാജചേട്ടനും പിന്നെ അങ്ങനെ അവരെ വെച്ചിട്ട് ഓൾറെഡി തുടങ്ങി ഷൂട്ട്. അപ്പോൾ എന്നെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അജിത്ത് പിന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബൈജുവിന് വേറൊരു വേഷം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനെന്തായാലും ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്, ഞാൻ അതിനകത്ത് ഇല്ല. അപ്പം ഞാൻ മാത്രമല്ല, 5 പേരെ സെലക്ട് ചെയ്ത് അവരും ഉണ്ടാവും, 4 പേര് അവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനങ്ങനെ അതിൽ നിന്ന് മാറി. അങ്ങനെ അതൊരു ക്യാരക്ടർ. പിന്നെ അല്ലാതെ 1-2 വലിയ ഹിറ്റ് സിനിമകളിലെ വലിയ ക്യാരക്ടർ വന്നിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എന്നെ സംബന്ധിച്ച്
എന്നെങ്കിലും ഒരു ടൈം നമ്മൾക്ക് വരും എന്ന് വിശ്വസിക്കുന്ന വന്നല്ലോ. ഒരാളാണ്. അത് വന്നു ഇപ്പോൾ ഇതിൽ അങ്ങനെ വിശ്വസിക്കുന്നു. അതേ മംഗലശ്ശേരിയിൽ പിന്നീട് ആറാട്ടിൽ ഞാൻ ആറാട്ടിൽ ചെന്നപ്പോൾ ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് റാംബോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഫസ്റ്റ് എൻ്റെ ഈ പറയുന്ന പുള്ളിയുടെ കൂടെ ആറാട്ട് ഗോപന്റെ കൂടെ നിൽക്കുന്ന ക്യാരക്ടറാണ് റാംബോ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതിനകത്ത് പുള്ളിക്കാരൻ ഹീറോയിൻ മുഴുനീള വേഷം. അപ്പോൾ നടക്കുന്നത് ഇവിടെ തന്നെ. അപ്പം ഞാൻ പണ്ടത്തെ കഥ ഞാൻ പുള്ളിയോട് പറയും. ഇങ്ങനെ ഞാൻ വന്നതും ലാലേട്ടനോടൊപ്പം അന്ന് 5 പേരിൽ ഒരാൾ, ദൈവം ഇപ്പോൾ അതിൽ 2 പേരിൽ ഒരാളാക്കി നമ്മൾ, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. ഫുൾ ടൈം പുള്ളിയുടെ കൂടെയാണല്ലോ. അതിനു മുമ്പ് തന്നെ ഞാൻ പുള്ളിയുടെ കൂടെ മാന്ത്രികം ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. മാന്ത്രികത്തിൽ ഞാൻ പുള്ളിയുടെ ഗ്രൂപ്പായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ. അപ്പോൾ അത് തമ്പികണ്ണന്താനം ഡയറക്റ്റ് ചെയ്ത ഒരു ഫൈറ്റ് സീക്വൻസും കുറച്ച് സീനുകളുണ്ട്. അപ്പോൾ ലാലേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് എനിക്ക് മുടിയൊക്കെ ഉണ്ട് നന്നായിട്ട് അത്യാവശ്യം. അങ്ങനെ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് കുറേ ഷോട്ടുകളിൽ എൻ്റെ സൈഡാണ്. ഇങ്ങനെ എനിക്കത് കാണുമ്പോൾ അറിയാം ഞാനാണ് നിൽക്കണേന്നുള്ള. അത് പുതിയ അതെ, എവിടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പം മോഹൻലാലിന്റെ ഒപ്പം ഒരു കുറെ സിനിമകൾ ഇതുപോലെ കണ്ടിന്യൂസ്. അതുപോലെ തന്നെ മമ്മൂട്ടി സാറിന്റെ ഒപ്പം സിനിമകൾ അഭിനയിച്ചു അപ്പുറത്തേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞൊരു ബന്ധം അത് എങ്ങനെയോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറി. അതായത് ഈ ഞങ്ങളുടെ എഴുപന്ന രേഖ തിയേറ്റർ അന്ന് വയലാർ രവി ആഭ്യന്തരമന്ത്രിയായിരുന്നു. പുള്ളിയാണ് അന്ന് ഇനാഗറേറ്റ് ചെയ്തത്. അപ്പോൾ അപ്പൻ്റെ രാഷ്ട്രീയവും പരിപാടികളും ഉണ്ട്. കലാകാരൻ എന്നുള്ള രാജൻ പി ദേവൻ എന്നുള്ള കുടുംബത്തിലെ ആൾ അന്ന് പുള്ളിക്ക് മമ്മൂട്ടിനെ കൊണ്ട് തിയേറ്റർ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നു. മമ്മൂക്ക അന്ന് കുറച്ച് പരിപാടികളൊക്കെ അന്ന് നടക്കുന്നുണ്ട്. അത്രയും ഹീറോ തന്നെയാണ് മമ്മൂക്ക ആ സമയത്തും. അപ്പം അന്ന് അത് നടന്നില്ല. അപ്പം എങ്കിൽ എപ്പോഴും പറയും, ഒന്നും പറയും, മമ്മൂട്ടിയായിരുന്നതാ ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അപ്പം അന്നേ മുതൽ ഞാൻ മമ്മൂട്ടി സിനിമകളൊക്കെ, മമ്മൂക്കയുടെ പടങ്ങൾ അന്നേ മുതൽ മമ്മൂക്ക എന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനും കലാകാരനാണ്, ഞാൻ എനിക്കും സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടർ ആവണമെന്ന് പറഞ്ഞ് ഇത് അങ്കിൾ പറയുമ്പോൾ ഇത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുക. എൻ്റെ തിയേറ്റർ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തില്ലല്ലോ എന്നുള്ളൊരു സാധനം എൻ്റെ ഉള്ളിൽ കിടക്കുക. അങ്ങനെയാണ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ എനിക്ക് തിയേറ്ററിലുണ്ട് എക്സിബിറ്റർ അസോസിയേഷനുണ്ട്. അന്ന് 3ആയിട്ടാണ്. അതായത് ABC, അതായത് A എന്ന് പറയുന്ന റിലീസിങ് സെൻറ്റർ, B അതിനുശേഷം, പിന്നെ C ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ. അന്ന് ആലപ്പുഴ നാഷണൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മമ്മൂട്ടി വരുന്നു എന്നറിഞ്ഞിട്ട് ആലപ്പുഴയിൽ YMCയിലാന്ന് തോന്നുന്നു, ഏതോ YMC അങ്ങനെ എന്തോ. അപ്പോൾ മമ്മൂട്ടിക്ക് ഒരു സ്വീകരണം കൊടുക്കുക, ഏതോ ഒരു അവാർഡ് എന്തോ പരിപാടി കിട്ടി. നമുക്കെന്നെ കാണാൻ വന്നു. ഞാൻ മുതലെല്ലാം ചാടി കയറി, എൻ്റെ കാലെല്ലാം പൊട്ടി. അതിനുശേഷം പിന്നെ പുള്ളീനെ കാണണമെന്നും പറഞ്ഞ് കരുതി നടക്കേണ്ടതാണ് എഴുപന്ന തരവൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നത്. ഓപ്പോസിറ്റ് വില്ലൻ ക്യാരക്ടറാണ്, ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. 2 ഫാമിലി തമ്മിലുള്ള പരിപാടിയാണ്. അങ്ങനെ ഫസ്റ്റ് ഓപ്പണിംഗ് ഷോട്ട് പുള്ളിക്കാരൻ ഒരു പാലത്തിൻ്റെ അവിടെ വന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയൊക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് സീൻ തന്നെ ഫൈറ്റാണ് പുള്ളിയായിട്ട്. ഞാനും പുള്ളി ജഗദീഷും കൂടെ ബൈക്കിന് വരും, കോഴിയൊക്കെ വാങ്ങിയിട്ട് ഞാൻ വണ്ടി കൊണ്ടൊന്ന് വട്ടം വെച്ചിട്ട് ഞാൻ സാദിക്കും കൂടെ ഇറങ്ങി വന്നു ഫൈറ്റ്. ഇതാണ് പരിപാടി. ആദ്യ അടി തന്നെ ഈ പൊട്ടിയ കാല് വെച്ചിട്ട് അടി ഇവിടെ തൊട്ട് അടിച്ചു മമ്മൂക്കയുടെ. ത്യാഗരാജൻ മാസ്റ്റർ അറിയില്ലേ സിനിമയിൽ? ത്യാഗരാജൻ സംഘടനം, ത്യാഗരാജൻ കൈയടിക്കുന്ന കുറച്ച് ടൈറ്റിൽസേ ഉള്ളൂ അന്ന്. അപ്പോൾ ഫസ്റ്റ് അങ്ങനെ അടികൊണ്ട് എന്തോ ഒരിഷ്ടം ചിലപ്പോൾ അന്നോ തുടങ്ങിയതാവാം. സാധാരണ പുള്ളി എന്ന് പറയുമ്പോൾ കേട്ടിട്ടുണ്ടല്ലോ, പുള്ളിനെ കുറേ അഡ്വൈസ് ചെയ്തിട്ട് പക്ഷെ 4 ഫൈറ്റ് ഉണ്ട്. അപ്പം ഞാൻ ഓർത്ത് പുള്ളിയുടെ സ്വഭാവത്തിന് പുള്ളി മാറ്റി. അവിടെ തുടങ്ങിയ സൗഹൃദമാണ് എഴുപന്ന തരകൻ മുതലേ. പിന്നെ അത്രയും അടുപ്പമായി പുള്ളിയായിട്ട്. എപ്പോഴും കാണുന്നില്ലെങ്കിലും പുള്ളിയുടെ ഒപ്പം നടക്കുന്നില്ലെങ്കിലും ഞാൻ മമ്മൂക്കടുത്ത് എത്തിയാൽ മമ്മൂക്ക എൻ്റെ കാണുന്ന ഒരു രീതിയും ആ സംസാരം. ഞാൻ കോവിഡിൻ്റെ സമയത്ത് ഒരാളും പുറത്തിറങ്ങത്തില്ല, ആരും പുറത്തിറങ്ങത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഫിഷൊക്കെ ഇട്ട്, ഇടയ്ക്ക് ഫിഷൊക്കെ ഇട്ട് പോകും നമ്മുടെ ചമ്മയിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് വഴക്ക് പറഞ്ഞു, എന്തിനിങ്ങനെ കോവിഡിന് ഇറങ്ങി നടക്കുന്ന, ഒരാൾ നടക്കുന്നില്ലല്ലോ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നീ ആയതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കണേ, ഇങ്ങനെയൊക്കെ പറയും പുള്ളി. അപ്പോൾ അങ്ങനെയാണ്, കെയറിങ് ആണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പല സംഭവമുണ്ട്. ഒരു ദിവസം അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പം ഞാനും പുള്ളിയായിട്ട് എന്നെ ഒരു ദിവസം ദുബായ്, അബുദാബിയൊക്കെ കൂടെ കൊണ്ടു നടന്നു. പുള്ളി DQ താമസിക്കുന്ന ഹോട്ടലിൽ ഇതെടുത്തു, ഒപ്പം കൊണ്ടു നടന്നു. അങ്ങനെ അത്രയും ബന്ധം ഉണ്ട്. ഞാൻ പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പനാണ് പുള്ളി, ചേട്ടനാണ്, സുഹൃത്താണ്, എന്തും തുറന്നു പറയാവുന്ന ആളാണ്. എൻ്റെ മകളുടെ കല്യാണത്തിന് പോലും പുള്ളിക്ക് അന്ന് ഒരിക്കലും വരാൻ പറ്റത്തില്ല, ക്ലൈമാക്സ് അടക്കം.
കറക്റ്റ് റൈറ്റ് ടൈമിൽ അവിടെ നിന്നു. എന്നോട് പറഞ്ഞിട്ട് പോലും ഇല്ല പുള്ളി വരുമെന്ന്. സസ്പെൻസ് ഒന്നും അങ്ങനെ മമ്മൂക്കായിട്ട് കുറേ ഇതുണ്ട്, പറഞ്ഞാൽ തീരാത്ത അത്രയും ഇതുണ്ട്. മമ്മൂക്കനെ ഞാൻ അങ്ങനെ ഒരു ബന്ധം എനിക്ക് അത്രയും, ലാലേട്ടൻ വാസ് എനിക്ക് അത്രയും ഒരു അങ്ങനത്തെ ഒരു ആസ് എ ആക്ടർ. പിന്നെ ലാലേട്ടൻ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ, നോട്ട് ഫാൻ ഒരിക്കലും അങ്ങനെ ഒരു ഫാൻ മൂവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടുപേരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ഫാൻ എന്നുള്ളൊരു പരിപാടി എനിക്കങ്ങനെ തോന്നില്ല. ഇഷ്ടമാണ് അത്ര. അതുപോലെ തന്നെ വേറൊരു ബന്ധവും കൂടി ബൈജു ചേട്ടന്റെ പേര് പറയുമ്പോൾ വരുന്നത് വിജയ്. അതൊരു ഭയങ്കര ബന്ധമാണ്. വിജയ് കാവലൻ തുടങ്ങിയ ബന്ധം ഇപ്പോഴും ആ ബന്ധം ഉണ്ടെന്നുള്ളതാണ്. പുള്ളി പൊതുവെ അധികം പേരോട് സംസാരിക്കത്തില്ല, ഭയങ്കര സെറ്റിലാണെങ്കിൽ പോലും. ഇതാ പുള്ളിയുടെ ഒരു പരിപാടി. ഇപ്പോൾ നമ്മുടെ കുറുത്തം എന്നൊരു സിനിമ ഉണ്ട്. വിജയ് ഫാൻസ്, ഞാൻ പുള്ളിയായിട്ടുള്ള ബന്ധം അവർക്കറിയാം. അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഞാൻ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. ഈ സിനിമ ഇപ്പോൾ അവർ എൻ്റെ വിജയ് ഫാൻസ് അവരുടെ വിജയുടെ സിനിമ എങ്ങനെ ആഘോഷമാക്കുന്നു, എങ്ങനെ അവരിത് ചെയ്യുന്നു, അതുപോലെ അവർ നമ്മുടെ സിനിമ ചെയ്യുന്നുണ്ട്. നമ്മുടെ സിനിമ മലയാളത്തിൽ മാത്രമാണോ അല്ലെ തമിഴിൽ? ഇല്ല, നമ്മുടെ സിനിമ മറ്റ് ലാംഗ്വേജിലും ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ മലയാളം മാത്രമാണ്. നമ്മുടെ കണ്ടന്റ് ബേസ് നമുക്ക് തമിഴും തെലുങ്കും ഒക്കെ പോകാവുന്ന കണ്ടന്റാണ് ഡബ്ബിങ്. ഇപ്പോൾ ഡബ്ബിങ് പരിപാടികൾ നടക്കുന്നുണ്ട്. അത് നമ്മൾ അങ്ങനെ തമിഴും തെലുങ്കുമായിട്ട് തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്ന മലയാളം സിനിമയായിട്ട് തന്നെയാണ്. അതെ, സ്വന്തമായിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷനും ചെയ്യുന്നത്. ഇനി ഈ സിനിമയിലേക്ക് വന്ന ഇതിലെ കഥാപാത്രങ്ങൾ, ഇതില് വാവച്ചനല്ലാണ്ട് 32ഓളം കഥാപാത്രങ്ങളുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം ഒരു സംവിധായകനാകുമ്പോൾ ഇപ്പം ബൈജു ചേട്ടൻ ഒരുപാട് അവസരങ്ങൾ തേടി നടന്നിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പം തൻ്റെ സിനിമയിലേക്ക് എത്രത്തോളം പുതുമുഖങ്ങളെ ഉൾപ്പെടുത്താം എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? ഒരു നടൻ സംവിധായകനാവുമ്പോൾ ഒരു വ്യത്യാസം ഒരുപാട് പേരുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ദിയ എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ച് ദിയ അഭിനയിച്ച പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ കറണ്ട് ഇൻഡസ്ട്രിയിലുള്ള ആരെ വേണമെങ്കിലും ആ ക്യാരക്ടറിലോട്ട് ചൂസ് ചെയ്യാം, അവരോട് സംസാരിക്കാം, അവർ ഉറപ്പായിട്ടും വന്ന് അഭിനയിക്കുകയും ചെയ്യും. പക്ഷേ ഞാൻ ദിയ എന്ന് പറഞ്ഞ ഒരാൾ എന്നെ സംബന്ധിച്ച് അതൊരു പുതുമുഖമാണ്. എൻ്റെ മക്കളായിട്ട് അഭിനയിച്ചിരിക്കുന്ന 2 ട്വിൻസ് കുട്ടികളുണ്ട്. അവർ ഗംഭീരമായിട്ട്, ഞാൻ നെടുങ്കണ്ടം എന്ന് പറഞ്ഞ ഇടുക്കിയിലുള്ള കുട്ടികളാണ്. ആദ്യമായിട്ടാണ് അവർ സിനിമയിലൊക്കെ വരുന്നത്. അവരെ കൊണ്ട് നന്നായിട്ട് അവർ പെർഫോം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവർ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. മകനായിട്ട് അഭിനയിക്കുന്ന സിദ്ധു എന്ന് പറഞ്ഞ പയ്യൻ ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിനോടൊപ്പം തന്നെ എൻ്റെ കൂടെ എനിക്ക് അഭിനയിപ്പിക്കാൻ പറ്റാത്ത 2 പേര്, ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ എനിക്ക് ഇവരെ വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, എന്നെ സംബന്ധിച്ച് രണ്ട് നടന്മാരാണ്. ഒന്ന് തിലകൻ ചേട്ടൻ. ഇപ്പോൾ ഇന്ന് അലൻസിയാർ ചെയ്യുന്ന ക്യാരക്ടർ ഉറപ്പായിട്ടും അത് തിലകൻ ചേട്ടനായിരുന്നുണ്ടായിരുന്നെങ്കിൽ, ഇന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ തിലകൻ ചേട്ടനെ വെച്ച് ചെയ്യിപ്പിക്കുള്ളൂ. അലൻസിയാർ ഏട്ടൻ ഗംഭീര പെർഫോമറാണ്, ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഇതിനകത്ത് ചെമ്മഞ്ചി മണി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. ക്യാരക്ടറിൻ്റെ പേര് വേറെയായിരുന്നു. മണി ഇല്ലെങ്കിൽ പോലും ചെമ്മഞ്ചി മണി, കലാപം മണിയായിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മണിയായിട്ടും നല്ല ബന്ധമായിരുന്നു. അപ്പോൾ അത് ശ്രീത്രേവി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഒരുപാട് പേരുണ്ട്. ഞാൻ ഈ 300 സിനിമ ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ബൈജു എഴുപണ്ണ എന്നുള്ള പേരിടുന്ന തിക്കുറിശി സാറാണ്. എൻ്റെ ശരിക്കും പേര് ഫെലിക്സ് ജോൺസൺ എന്നാണ്. തിക്കുറിശി സാറാണ് അന്ന് പേര് വെക്കുന്നത്. എഴുപണ്ണ ബൈജു, നീ ഇനി അത് മതി, അല്ലെങ്കിൽ നിൻ്റെ സ്ഥലം, അന്ന് അങ്ങനെയാണല്ലോ സ്ഥലപ്പേരുകളാണ്. പലരും പറയും ഫെലിക്സ് ജോൺസൺ ആയോ, ഇന്ന് നിങ്ങൾ ഫെലിക്സ് ജോൺസൺ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വലിയ നായകനായിട്ടാണ്. ഞാൻ പറയും എനിക്ക് അങ്ങനെ ആവണ്ട, എനിക്ക് അത് മതി. ആ ബൈജു എഴുപണ്ണേനെ വെച്ച് എന്തെങ്കിലും ഒരു കാലത്ത് ഇങ്ങനെയാവും. പക്ഷെ ഞാൻ നായകനാവാനായിട്ട്, നായകൻ എന്ന് പറയുന്ന ഇതിലേക്ക് എനിക്ക് അങ്ങനെ ആവണ്ട. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് കലാകാരനായിപ്പോയി. നമ്മൾ നായകനാക്കി പണ്ടേ ആൾക്കാർ കാണുന്ന ഒരുപാട് പേരുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലാണ് നമ്മൾ നായകനാണ്. സിനിമയിൽ നായകൻ എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റൊന്നും അധികം നേരമൊന്നും ഇരിക്കത്തില്ല. ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ എൻ്റെ നായകനാണെന്ന് തോന്നണമെങ്കിൽ, അല്ല എൻ്റെ അപ്പൻ എൻ്റെ നായകനാണ്, എൻ്റെ ചേട്ടൻ എൻ്റെ നായകനാണ്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ നായകനാണെന്ന് തോന്നുമെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിച്ചാൽ കാര്യം. ഞാൻ പ്രൊഡ്യൂസറാണ്, എനിക്ക് വേണമെങ്കിൽ സിനിമ എടുക്കാം, നായകനാവാം. അത് ചിലപ്പോൾ കാണാണ്ടിരിക്കാം. പക്ഷെ ഒരാളുടെ ഉള്ളിൻ്റെ നായകനാണെങ്കിൽ അവൻ അതേപോലെ ഒരുത്തനാണെങ്കിൽ മാത്രമേ നായകനാകാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ റിയൽ ഹീറോയാണ് ഞാൻ എപ്പോഴും പറഞ്ഞു, നീയാണ് എൻ്റെ ഹീറോ എന്ന് പറയും എൻ്റെ ഭാര്യയോട്.
എൻ്റെ എൻ്റെ സിനിമയിൽ എൻ്റെ എൻ്റെ നായകനും നായികയല്ല അവളാണ്. സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ മമ്മൂക്ക, ലാലേട്ടൻ, വിജയ്, സഞ്ജയ് ദത്ത്, അങ്ങനെ ഒരുപാട് സുരേഷ് ഗോപി അടക്കം സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള ഒരുപാട് പേരുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, സൂപ്പർ സ്റ്റാറുകൾ. പക്ഷെ എൻ്റെ റിയൽ ലൈഫിൽ എൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവമാണ്. സീരിയസ്ലി എൻ്റെ ദൈവമാണ് എൻ്റെ സൂപ്പർ സ്റ്റാർ. എന്നാ തിരിച്ചറിവുണ്ടായി അങ്ങനെ വരുമ്പോൾ എനിക്ക് ടേക്ക് ഓഫ് തന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ പടത്തിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾ, ഞാൻ വിശ്വസിക്കുന്ന ഒരു അദൃശ്യ ശക്തിയായിട്ടുള്ള നമ്മളുടെ പവർ എന്ന് പറയുന്നത് അതാണല്ലോ മനുഷ്യനുണ്ടാവുന്നവർ. നമ്മുടെ ചിന്തകൾ തരുന്നതും ഇതൊന്നും എഴുതി പഠിക്കാൻ പറ്റുന്ന പരിപാടിയല്ല, അനുഭവം. നമ്മുടെ ചിന്തകളിലൂടെയാണ് ഇങ്ങനെ ഒരു ഷോട്ട് വയ്ക്കണം, അയാൾ ഇങ്ങനെ സംസാരിക്കണം. അതാണിത് നമ്മുടെ തോന്നലുകളാണ്. ഈ തോന്നലുകൾ നമുക്ക് ഒരിടത്തൊന്നും പൈസ കൊടുത്തിട്ട് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ വീട്ടിലൊരു 10 ചിന്തകൾ വരട്ടെ മൊബൈൽ ചാർജ് ചെയ്താൽ കിട്ടുന്ന പരിപാടിയല്ല. അത് തന്നെ ദൈവത്തിൻ്റെ നല്ല ബ്ലെസ്സിങ് ഉണ്ടാണ്, ഗുരുക്കന്മാരുടെ ബ്ലെസ്സിങ് ഉണ്ടാണ്, മാതാപിതാക്കളുടെ ബ്ലെസ്സിങ് ഉണ്ടാവണം. അത്രയും വർഷത്തെ അനുഭവം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും ഇത്രയും ഒരുപാട് കഷ്ടപ്പെട്ട് വന്നിട്ട് ഒരുപാട് ചാൻസുകൾ ചോദിച്ച്, ഹോട്ടലുകളാണെങ്കിൽ പോലും ചെറിയ സ്ഥലത്തൊക്കെ. കാര്യം വലിയ കുടുംബത്തിൽ നിന്നാണെങ്കിൽ പൈസയൊന്നും കിട്ടത്തില്ലല്ലോ, ഒന്നും പൈസയൊന്നും തരത്തില്ല കൂട്ടുകാരുടെ. സിനിമ എന്ന് പറഞ്ഞാൽ പൈസ തരത്തില്ല. പോയി കിടന്നുണ്ട്, അവിടെ എവിടെ കിടന്നുണ്ട് ഒരുപാട്. ഞാൻ ഫസ്റ്റ് വില്ലെന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കും, ഞാനിപ്പോഴും ഓർമ്മയുണ്ട്. പിറ്റേ ഷൂട്ടാണ്, ഒരു കൊച്ച് ആർട്ടിൻ്റെ ഇതുള്ള മുറിയിൽ ഞാൻ കിടന്നിട്ടുണ്ട്. അതിൻ്റെ ആർട്ടിൻ്റെ ഇതും കൂടെ വേണമെങ്കിൽ പോവാം. പിറ്റേ ദിവസം ഷൂട്ടിംഗ് ഉണ്ട്, മുടിയൊക്കെ പറ്റേ വെട്ടി ഇങ്ങനെയൊക്കെ കിഞ്ചം വെട്ടിയിട്ടിരിക്കുക, മുടി പ്രാന്തനാണ്. അപ്പം അത് വെച്ച് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അങ്ങനെ ഈ മരിയ പാർക്ക് എന്ന് പറഞ്ഞെടുത്ത് ആർട്ടിൻ്റെ സാധനങ്ങൾ മാത്രം വെക്കുന്ന റൂമിൽ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഫെസ്റ്റിവൽ എന്ന് വെച്ചിട്ട് ഞാൻ അപ്പോൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ ഒരു സീറ്റിൽ ഇരിക്കാൻ പറ്റുള്ളൂ, മധുരം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. സീരിയസ്ലി അത്രയും കഷ്ടപ്പെടും ഞാൻ. ഈ 300 സിനിമകളാണെങ്കിലും ഈ പറഞ്ഞ ഒരു സംവിധായകനായതും അല്ലെങ്കിൽ ഈ പറയുന്ന വാവിച്ചെന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തതും എൻ്റെ കഷ്ടപ്പാടിൽ ഞാൻ ചെയ്ത അത് ട്രൂ ആയിരുന്നുകൊണ്ടാണ്. കളിപ്പിക്കലില്ലാണ്ട് സത്യസന്ധമായിട്ട് ചെയ്തതിൻ്റെ ഒരു ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അത് കാലങ്ങളെടുക്കാം, പക്ഷെ അതിൽ കയറി ഇരുന്നാൽ പിന്നെ അതൊരു അതാണ് നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ബൈജു ചേട്ടൻ പറഞ്ഞത് മാതിരി നമ്മളെ ഹീറോ ആക്കുന്നത് നമ്മളെ കാണുന്ന ആൾക്കാരാണ്. ഉറപ്പായിട്ടും ബൈജു ചേട്ടൻ അതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രയധികം കഷ്ടപ്പെട്ട് വന്നു, ജൂനിയർ ആർട്ടിസ്റ്റിൽ തുടങ്ങി, സിനിമ പ്രൊഡക്ഷനിൽ തുടങ്ങി, ഇപ്പോൾ ഒരു സംവിധായകനായി നിൽക്കുന്നുണ്ട്, പലർക്കും അവസരങ്ങൾ നൽകുന്നുണ്ട് പ്രൊഡ്യൂസർ എന്ന നിലയിലും. അപ്പം നമുക്ക് പറയാലോ ബൈജു ചേട്ടൻ ഒരു ഹീറോ തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ നോക്കി ആ ഒരു പോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബൈജു ചേട്ടൻ ഇപ്പോൾ നടനാണ്, തിയേറ്റർ ഓണറാണ്, പ്രൊഡ്യൂസറാണ്, സംവിധായകനാണ്. ഇനി സിനിമയുടെ ഏത് മേഖലയാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ഗായകനാണ്, അത് പറയാൻ പാടി ഒരു സിനിമയിൽ ഇപ്പോൾ പാടി. ഇതിൽ വേണമെങ്കിൽ പാടായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ. ഞാനിപ്പോൾ വേറൊരാൾക്ക് അത് ഒരു പാടണമെന്നൊരു ആഗ്രഹിച്ചിരുന്ന പാട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വിജയ് യേശുദാസ് പാടി. അപ്പോൾ നമ്മൾ പാടിയതിനേക്കാൾ എത്രയോ മേളിലാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ അത് വേറെ അത്. പക്ഷേ എനിക്കത് പാടണമെന്നുണ്ടായിരുന്നു. മോട്ടിവേഷൻ സോങ് ആണ്, പാടാവുന്ന പാട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പാട്ടൊക്കെ പാടി. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഞാൻ പറ്റും. ഞാൻ എല്ലാ മേഖലകളിലും വന്നിട്ട് ഞാൻ പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ട്. അത് പോസ്റ്റ് ഓടിച്ചിട്ടുണ്ട്, പിന്നെ പ്രൊജക്ടർ ഓടിച്ചിട്ടുണ്ട്. ആ പ്രൊജക്ടറൊന്നും ഇനിയൊന്നും ആരെക്കൊണ്ട് ഓടിക്കാൻ പറ്റത്തില്ല. കാര്യം അന്ന് കാർബൺ തള്ളി ഞാൻ ദക്ഷിണ വെച്ച് പുള്ളിക്കാരൻ്റെ ദക്ഷിണ വെച്ച് ഓപ്പറേറ്റിങ് പഠിച്ച് ഇത് ചെയ്തിട്ട് പടം ഓടിച്ചിട്ടുണ്ട് സ്പ്രോക്കറ്റിൽ ഇത് ചെയ്തിട്ട്. അതൊന്നും അങ്ങനത്തെ മെഷീൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളോ ഇനിയില്ല. അനൗൺസ്മെൻ്റ് ഒന്നും ഇന്ന് ഇല്ല. ഞാൻ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ടിക്കറ്റ് കയറിയിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ കഥ എഴുതിയിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്, വിതരണക്കാരനായി പാട്ട് പാടിയിട്ടുണ്ട്. ഈ ഇതിൽ തന്നെ കുറേ ഷോട്ടുകൾ ഞാൻ ക്യാമറയിൽ കുറേ ഷോട്ടുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. കാര്യം നമുക്ക് നമ്മുടെ വിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇതും എല്ലാം നമുക്ക് അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല. നമ്മൾക്ക് അതിൽ പാഷനുണ്ട്, നമുക്ക് അതിനുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് അതിൻ്റെ ഫോക്കസ് പുള്ളറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്ഡേറ്റ്സ് ആണല്ലോ ഇന്നത്തെ ക്യാമറകൾ. അപ്പം ഞാൻ കുറേ ഷോട്ടുകൾ അങ്ങനെ എടുത്തിട്ടുണ്ട്.
എന്ന് വെച്ചിട്ട് പുതിയ സാങ്കേതിക വിദ്യകളാണ്. അപ്പോൾ എല്ലാ ഇതിലേക്കും ദൈവം എന്നെ കൊണ്ടേ അവിടെ എത്തിച്ചു എന്നുള്ളതാണ്. ഇനി അതിനകത്തേക്ക് പ്രത്യേകമായിട്ട് ചെയ്യാനായിട്ട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക. വളരെ ഞാൻ എപ്പോഴും പറയും, ഈ ഒരു 10 ക്യാരക്ടർ പോലും അത്രയും പോലും ഇപ്പോൾ ഒരു ആക്ടറെ സംബന്ധിച്ച് എല്ലാം കിട്ടിയ കഥാപാത്രമാണ് വാവച്ചൻ എന്നൊരു ക്യാരക്ടർ. ഇനി അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു വലിയ ക്യാരക്ടർ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് പെർഫോം ചെയ്യാവുന്ന എല്ലാ വശങ്ങളും ഉണ്ട്. അതെല്ലാം ദൈവം കൊണ്ട് തന്നു. വാട്ട് നെക്സ്റ്റ് എന്താണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. 300 വർഷം മലയാള സിനിമയിൽ തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമ, ഹിന്ദി സിനിമ കുറേ പണ്ട് ഞാൻ ഓരോ വർഷങ്ങൾ 42 സിനിമയൊക്കെ ചെയ്ത വർഷങ്ങളുണ്ട്. 38-40 അന്ന് നാന പോലുള്ള മാധ്യമങ്ങൾ അടിച്ചു വരും. വെള്ളി നക്ഷത്രം, ചിത്രഭൂമിയിൽ വരും. ഒരു അഭിനയിച്ച വർഷങ്ങളിൽ 92 ഇത്ര നടന്മാരുടെ കൂട്ടത്തിൽ ബൈജു എഴുപണ്ണ അത് കാണുമ്പോൾ 28 സിനിമ 38 സിനിമ, ഓരോ അഭിനയം കഴിഞ്ഞ് അടുത്തടുത്ത് പോയി ചാൻസ് ചോദിക്കുന്നു, അവിടെ അഭിനയിക്കുന്നു, അങ്ങനെ നടന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ വാവച്ചൻ എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് പെർഫോം ചെയ്യാവുന്ന എല്ലാ പരിപാടികളും കിട്ടി എന്ന് വെച്ചിട്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങൾ കിടക്കുന്നുണ്ട്. അതിലേക്ക് ഈ സിനിമ കണ്ട് ഉറപ്പായിട്ടും എന്നെ വിളിക്കുന്ന നല്ല കഥാപാത്രങ്ങൾ വരും എന്ന് ഞാൻ കരുതുന്നുണ്ട്. വാവച്ചനെ കണ്ടിട്ട് പുതിയ അവസരങ്ങൾ, അഭിനയങ്ങൾ ബൈജുചേട്ടനെ തേടിയെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശംസ. താങ്ക് യു. ഒരുപാട് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഒരുപാട് കഷ്ടപ്പെട്ട് കയറി വന്നതാണ്. ഇതിനകത്ത് ആക്ടർ, ഡയറക്ടർ മാത്രമല്ല, നിർമ്മാണം കൂടിയുണ്ട്. നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ല മെസ്സേജ് ഉണ്ട്, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ബൈജുചേട്ടനാണെന്ന് പറയാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു പരിപാടിയെ പിടിച്ചിരിക്കണം. താങ്ക് യു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.